ചെല്ലമ്മയുടെ വീട് മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കാണ്. ചെല്ലമ്മയ്ക്ക് 6 മക്കളാണുള്ളത്. നടേശൻ എന്നുള്ളതായിരുന്നു അവരുടെ ഭർത്താവിൻ്റെ പേര്. നടേശൻ മരിച്ചുപോയി. 6 മക്കളുണ്ട്. മക്കളുടെ പേര് കോമളം, കുമാരി, കവിത, കൽപ്പന, കനക ആൻഡ് കൈലാസ്. എല്ലാം കായിൽ തുടങ്ങുന്ന മക്കളാണ് എല്ലാവരും. ഈ നടേശൻ എന്ന് പറഞ്ഞ ഭർത്താവ് വളരെയേറെ ഈ അമ്മേനെ വളരെയേറെ ഉപദ്രവിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നയാളായിരുന്നു. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലെ ജോലി ചെയ്യാനുള്ള, അയാളുടെ മക്കളെ പ്രസവിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ വീട്ടിലുള്ള ജോലി ഒരു അടിമയെപ്പോലെ ജോലി ചെയ്യാൻ മാത്രമുള്ള ഒരു ജീവിയായിട്ടാണ് ഈ ചെല്ലമ്മ ആ വീട്ടിൽ അവിടെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇത് കണ്ടാണ് ഈ കുട്ടികൾ വളർന്നത്. ഇപ്പോൾ ഈ 6 കുട്ടികൾക്കും സ്വന്തം അമ്മയാണെങ്കിലും അവർക്ക് ആർക്കും അമ്മയോട് ഒരു പ്രത്യേക മമതയോ പ്രത്യേക സ്നേഹമോ പ്രത്യേക സഹാനുഭൂതിയോ കരുണയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിലെ ജോലി ചെയ്യുവാനുള്ള ഒരു ജീവി, അതിനപ്പുറത്തേക്ക് ഈ മക്കൾക്ക് ആർക്കും അമ്മയോടുള്ള ഒരു സോഫ്റ്റ് കോർണറും ഉണ്ടായിരുന്നില്ല. നടേശൻ മരിച്ചുപോയി, നടേശൻ്റെ അമ്മയും മരിച്ചുപോയി. ചെല്ലമ്മ എന്നിട്ടും സ്വതന്ത്രയായില്ല. മക്കൾ അതുപോലെ അമ്മയെ പീഡിപ്പിക്കുകയാണ്. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ അമ്മ ജോലി ചെയ്യണം. മക്കൾ 5 പേരും വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വലിയ ജോലികളൊക്കെ വരികയാണെങ്കിൽ അവർ വന്ന് അമ്മയെ കൊണ്ടുപോകും. ആ ജോലിയൊക്കെ ഒരു വേലക്കാരിയെ പോലെ ആ ജോലിയൊക്കെ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവരുടെ ആശുപത്രി കേസ് കേട്ടോ, കുട്ടികൾക്ക് സുഖമില്ലാതെ വരികയോ അവർക്ക് സുഖമില്ലാതെ വരികയോ അങ്ങനെയുള്ള കേസിലാണ് ഈ പെൺമക്കളൊക്കെ അമ്മയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തിരിച്ച് ഈ നടേശൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടും. നടേശൻ്റെ അടുത്തേക്ക് അല്ല, കൈലാസ് എന്നാണ് മകൻ്റെ പേര്. കൈലാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവിടും. കൈലാസ് അമ്മേനെ, ഞാൻ പറഞ്ഞില്ല, അമ്മേനെ ഈ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇവിടെയുള്ള ജോലിയൊക്കെ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ അവിടെ ഈ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗത്തൊക്കെ ഈ കമ്പത്തുനിന്ന് കൊണ്ടുവരുന്ന കാളകളെ അടിച്ചുകൊണ്ട് പോകുന്ന സ്ഥലമുണ്ട്. എന്നിട്ട് ഈ കാളകളെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അറവുമാടുകളായിട്ട് കൊണ്ടുപോയിട്ട് അവരെ കൊന്നതിന് ശേഷം അവരുടെ എല്ലൊക്കെ കൊണ്ടുപോയിട്ട് കമ്പത്ത് എവിടെ കൊണ്ടൊക്കെ തൂക്കി വിൽക്കുന്ന കാര്യങ്ങളുള്ളതായിട്ടൊക്കെ അമ്മയോട് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് അമ്മയോട് പറയുകയാണ്, നിങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ അറവുമാടുകളെ തൂക്കി വിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ട് തൂക്കി വിൽക്കും, ഞങ്ങൾ എല്ലിൻ്റെ വിലയ്ക്ക് നിങ്ങളെ വിറ്റ് കളയും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ചിട്ട്, അത് ചില ഇവരുടെ കുറ്റമല്ല, ഇവരുടെ പിതാവിൻ്റെ കാലഘട്ടം മുതൽ ഈ അമ്മേനെ ഇങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്തിരുന്നത്. നമ്മളുടെ കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള അമ്മമാരുണ്ട്. ഗാർഹിക പീഡനം ഏറ്റുവാങ്ങുന്ന സ്വന്തം മക്കളാണെങ്കിൽ തന്നെയാണെങ്കിലും അവരെ പരിഗണിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാതെ അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു കഴുതയെ പോലെ അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ ആ രീതിയിലേക്ക് അവരെല്ലാ ജോലികളും ചെയ്തു പോകണം. ഒരു കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യാൻ പാടില്ല, അവർക്കായി സ്വന്തമായി അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല, നിർദ്ദേശങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ ആ രീതിയിലേക്ക് ജീവിച്ച് മരിക്കുന്ന ധാരാളം അമ്മമാരുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ അങ്ങനെയല്ല, എന്തെങ്കിലും രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കുക. പഞ്ചായത്തിൻ്റെ അധികൃതരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, ധാരാളം ആളുകളുണ്ട്, അവരിലേക്ക് അറിയിക്കുക. ഞാൻ ഈ ചെല്ലമ്മയുടെ